ഹലോ കൂട്ടുകാരെ, 100% ഹീലായി കഴിഞ്ഞ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത്, ഹീലായി കഴിഞ്ഞ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി എപ്പോഴും അൺകണ്ടീഷണൽ ലവിലായിരിക്കും. അതായത് ഈ ഫെമിനൈൻ എനർജിക്ക് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിൽ നിന്നും കാണില്ല, ചുറ്റുമുള്ളവരിൽ നിന്നും എക്സ്പെക്റ്റേഷൻസ് ഒന്നും കാണില്ല, എല്ലാവരെയും ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇതുവരെ തൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെയും അത് തൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മകൾ അല്ലെങ്കിൽ അതൊരു ഡിവൈൻ പ്ലാനിൻ്റെ അനുസരിച്ച് തൻ്റെ കർമ്മങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് തന്നെ ഒരു വഴിയാണെന്ന് പറഞ്ഞ് അതിന് ഡിവൈനോട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് തന്നെ തൻ്റെ പഴയ മിസ്റ്റേക്സിനെയൊക്കെയും മാപ്പ് ചെയ്തുകൊണ്ട് തൻ്റെ ലൈഫിൽ മറ്റു വേദനകൾ തന്ന എല്ലാവരെയും മാപ്പ് ചെയ്തുകൊണ്ട് അവർക്കും ഒരു അൺകണ്ടീഷണൽ ലവ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. അടുത്ത പോയിന്റ് ഫിയർലെസ് ആണ്. നല്ല ധൈര്യത്തിലായിരിക്കും ഡിവൈൻ ഫെമിനൈൻ ഹീലായി കഴിയുമ്പോൾ. അതായത് തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ഒരു പേടിയുമില്ലാതെ പറയും. അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളെ ഒരു പേടിയില്ലാത്ത മനോഭാവത്തോടു കൂടെ അവർ അപ്രോച്ച് ചെയ്യും. എല്ലാത്തിനെയും ലെറ്റ് ഗോ ചെയ്തിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പാത്തിൽ വരുന്ന എല്ലാ ചാലഞ്ചുകളെയും ഫിയർലെസ് ആയിട്ട് ഫേസ് ചെയ്യാനും പറ്റും. മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട് യൂണിവേഴ്സിൽ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് കാണും ഹീലായി കഴിഞ്ഞ ഡിവൈൻ ഫെമിനൈന്. സാഹചര്യം ഏതുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇത് തൻ്റെ ഹയസ്റ്റ് ഗുഡിനായിട്ടാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഈ കാര്യങ്ങൾ തൻ്റെ ലൈഫിലേക്ക് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തെ അത്രയും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുകയും കാമായിട്ട് അതിനെ ഡീൽ ചെയ്യുകയും ചെയ്യും. അടുത്ത പോയിന്റ് വന്നിട്ട് വളരെ മെച്യൂർ ആയിരിക്കും. അതായത് അതിനു മുമ്പുള്ള ഒരു ആങ്കർ ഇഷ്യൂസ് ഒക്കെയും ഹീൽ ചെയ്തത് കൊണ്ട് തന്നെയും കാര്യങ്ങളെ വളരെ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാൻ കഴിയും ഡിവൈൻ ഫെമിനൈന്. ഒരു പീസിൻ്റെ എനർജിയിലായിരിക്കും, ഒരു ഡിവിനിറ്റിയുടെ എനർജി ആയിരിക്കും. അതായത് ദൈവികമായ ഒരു എനർജിയുടെ അംശമായിട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. സോഫ്റ്റ് നേച്ചറാണ് അടുത്ത പോയിന്റ്. ഡിവൈൻ ഫെമിനൈൻസ് എംപാത്സ് ആയതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് നേച്ചർ കാണും. അതായത് ഒരു മദർലി നേച്ചറായിരിക്കും ഇവരുടേത്. ഇവർ ഹീലായി കഴിയുമ്പോൾ അത് അവരുടെ ഓറയിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യും. അടുത്തതായിട്ട് ഡിവൈൻ ഫെമിനൈൻ്റെ ഒരു ക്വാളിറ്റി, റെസ്പോൺസിബിലിറ്റി എടുക്കും അവർ. ആക്ച്വലി അതുവരെയും ഒരു ബ്ലെയിമിങ് എനർജിയിലായിരുന്നിരിക്കാം, ഡിസ്റ്റോർട്ടഡ് ആയിരിക്കുമ്പോൾ, അതായത് നമ്മുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഇനി ഒരാളെ ബ്ലെയിം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു എനർജിയിൽ നിന്നും എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം, എല്ലാ സാഹചര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെയൊക്കെ പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവ് അവർ പ്രദർശിപ്പിക്കും. ഡിവൈൻ ഫെമിനൈൻസ് എപ്പോഴും ഒരു ഹയർ ഫ്രീക്വൻസിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അവരവരുടെ ലൈഫ് പർപ്പസിലേക്കും സോൾ പർപ്പസിലേക്കും എത്തപ്പെടുകയും അവർ ഹീലാവുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ അവർ ഹീലായ എക്സ്പീരിയൻസുകളിലൂടെ അത് അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെയും ഹീലാക്കുകയും അവരുടെ കൂടെയുള്ള ആ ഒരു സോൾ ഫാമിലിയെയും അവരുടെ വൈബ്രേഷനിലൂടെ അവർ ഹീലാക്കി അവരുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന ഒരു ഹയർ വൈബ്രേഷനിലേക്ക് അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് ഈ ഒരു സോൾ ഫാമിലിയെയും കൂടെ കൊണ്ടുപോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും ഹീലായ ഒരു ഡിവൈൻ ഫെമിനൈൻ ഏറ്റെടുക്കും. അടുത്ത പോയിന്റ്, ഡിവൈൻ ഫെമിനൈൻ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം കോഡിപ്പെൻഡൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റായി എല്ലാ കാര്യങ്ങളെയും നോക്കി കാണാൻ പ്രാപ്തി ഉള്ളവരായിരിക്കും ഡിവൈൻ ഫെമിനൈൻ എനർജി ഹീലായി കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ തൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളെയും അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനും ഇവർ പ്രാപ്തരായി കഴിഞ്ഞിരിക്കും. അടുത്തതായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഡിവൈൻ ഫെമിനൈൻ എനർജിയിൽ എല്ലായ്പ്പോഴും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി
ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ഫിയർ ബേസ് എനർജിയിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ തിരിച്ചറിയുന്നില്ല. എന്നാൽ ഇന്നർ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു സ്കില്ലിനെ അൺലോക്ക് ചെയ്യുകയും അവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള കാര്യങ്ങൾ, പലപ്പോഴും ഇത് ലൈഫ് പർപ്പസ് ആയിരിക്കാം അവരുടെ, അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം, ഒരു ബിസിനസ് ആയിരിക്കാം, അക്കാര്യങ്ങളിലേക്കൊക്കെയും അവർ എത്തപ്പെടുകയും ചെയ്യും. അടുത്തതായിട്ട് ഡിവൈൻ ഫെമിനൈൻ എനർജി വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ സൈക്കിക് പവർ ഫെമിനൈൻ എനർജിക്ക് അൺഅവേക്കൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവേക്കനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് പോലും നമ്മൾ പല കാര്യങ്ങളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. എന്നാൽ ഇന്നർ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വളരെ ഇൻറ്റ്യൂട്ടീവായി മാറുകയും എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ മുമ്പേ അറിയാൻ പറ്റുകയും ചെയ്യും. അടുത്ത പോയിന്റ് വന്നിട്ട് ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ ഓറ വളരെ സ്ട്രോങ് ആയിരിക്കും. ഹയർ വൈബ്രേഷനിൽ നിൽക്കുന്നത് കൊണ്ടും മെഡിറ്റേഷനൊക്കെ ചെയ്ത് ആ ഒരു ഓറ സ്ട്രോങ് ആവുന്നത് കൊണ്ട് തന്നെയും അവരുടെ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് മാജിക്കൽ വൈബ്രേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരൊരു അറ്റൻഷൻ സീക്കിയും, അതായത് അവരുടെ ചുറ്റുമുള്ളവരായിരിക്കാം, അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ ആയിരിക്കാം, അവരുടെ ആ ഒരു ഓറയുടെ സ്ട്രോങ്നെസ് കൊണ്ട് അവർ പോസിറ്റീവ് ആൾക്കാരെയും പോസിറ്റീവ് സിറ്റുവേഷൻസിനെയും അബാൻഡൻസിനെയും ഒക്കെയും അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതായത് ലോ ഓഫ് അട്രാക്ഷനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള കഴിവ് ഡിവൈൻ ഫെമിനൈൻസിന് വരുന്നതും അവർ ഹീലായി കഴിഞ്ഞിട്ടാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ട്വിൻ ഫ്ലെയിം കൗൺസിലിങ്ങിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് ഡൗട്ട്സ് അയക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.